പിന്നി പിന്നി ചിന്ന ഇലയോടും നെഞ്ചു വെള്ളും വണ്ണ തുണി പോലെ ഒന്നുകൊണ്ടുതാൻ ഇനഞ്ചീരക്ക് ഉറവ് എല്ലാം അമഞ്ചീരക്ക് അള്ളി അള്ളി തந்து ഉറവാടും അണ്ണമടി இந்த நிலம் போல சிலருக்குத்தான் മനസ്സ് ഇരക്ക് ഉലകം അതിൽ നിലച്ചു. വാട്ടർഫോൾസ് സ്റ്റാർട്ടിങ്ങിന് അവിടുന്ന് കുറച്ചുകൂടി നടന്ന് ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. ഇതാണ്ട ഈ ഒരു ഇവിടുന്നാട് പോയാൽ കഴിഞ്ഞ്. ഹലോ നമസ്കാരം, NBRKൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണക്കടുത്ത് പുൽക്കാട്ടിരി പഞ്ചായത്തിൽ ആലൂർ കോട്ടയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഒരു മലഞ്ചെരുവാണ്, പിന്നെ ഒരു കാനന ചോലൊക്കെ അതിൻ്റെ അടുത്ത് കൂടി ഒഴുകുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്, മഴൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. ഈ നാട്ടുകാരനായ നമ്മൾ അബ്ദുറഹ്മാൻ്റെ യൂറോപ്പിലാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടോ നിറച്ച് ഇതുണ്ടോ ഉരുണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം നല്ല ബോള് പോലെ നല്ല തേഞ്ഞ കല്ലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാരണം നമ്മൾ നിലമ്പൂരൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണിത്. കാരണം കല്ലുകളൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് നല്ല ഉരുളക്കല്ല് പോലെ നല്ല കാണാൻ രസമുള്ള കല്ലുകളാണ് ഇവിടെ. ഈ വെള്ളം ഒഴുകി പോയിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് ഇങ്ങനെ പോകെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. എന്താ മൂപ്പര് അബ്ദുറഹ്മാൻ മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് നേരിട്ട് ഒന്ന് കണ്ടിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷെരീഫ് ഭായി നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. ഷെരീഫ് ഭായി എന്താണ് പറയുള്ളത്? നിങ്ങൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത്? ഇവിടെ 4 വർഷമായിരിക്കണം. 4 വർഷം മുമ്പ് നിങ്ങൾ എല്ലാവരും കൂടി വന്ന് അന്നൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നോ? നല്ല വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കുറവല്ലേ? മഴ നിന്നുകൊണ്ട് വെള്ളം കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ആദ്യം വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ അവിടെ വെള്ളം ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളവിടെ മേലെ കാണുന്നുണ്ടോയെന്നറിയില്ല, ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. പക്ഷേ മഴൻ്റെ സീസണിൽ നല്ല ഫോഴ്സേക്കർ ആ വെള്ളത്തിന് കേട്ടോ. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? പാലൂർ കോട്ട വെള്ളച്ചാട്ടം. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, പ്രകൃതിയെ സംരക്ഷിക്കുക. ഇതാണ് എനിക്കും പറയാനുള്ളത് തന്നെയാണ്. നമ്മൾ എവിടെ ചെന്നാലും വേസ്റ്റുകളൊന്നും തട്ടാതിരിക്കുക. അതിപ്പോൾ ഇവിടെ എഴുതി വെച്ചെന്നല്ല, നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അത് ചെയ്യാൻ പാടില്ല. എന്താണ് ഇവിടെയൊക്കെ അത് എഴുതി വെച്ചിട്ടും ഇവിടെ കച്ചറകളൊക്കെ ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. പമ്പേഴ്സൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ട്. നമ്മളെ നാട്ടിലിങ്ങനെ സംഭവം നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് കച്ചറടാതെ നല്ല രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനൊരു സ്റ്റാർട്ടിങ് ആട്ടത് വെള്ളത്തിൻ്റെ അതിനനുസരിച്ചുള്ള വെള്ളമേ ഉള്ളൂ. കാരണം മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഒരു നീരുറവ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. കണ്ടോ, മറ്റേ നന്നായിട്ട് നല്ല ഫോഴ്സിൽ വരില്ല വെള്ളം. ഇവിടെ ആൾക്കാരൊന്ന് കുളിക്കലുണ്ട് അല്ലേ? ഈ ഞണ്ട് ഇതിൽ വന്ന് പെട്ടതാണ്. നല്ല വെള്ളം ഉണ്ടായിരുന്നു അല്ലേ? അവന് ഇതിന് ഇതുണ്ടോ, ഈ കാണുന്ന ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റെപ്പ് തന്നെയാണ്. ഇതാണ്ടാ വലിയ കരിങ്കലാട്ടോ. അങ്ങനെ ഇതിൻ്റെ ഉയരത്തിലോട്ടാണ് കയറി പോകുന്നത്. ഇതാണ്ടാ സാഹസിക യാത്ര കേട്ടോ. ഇതിൻ്റെ മേലെ കൂടി കയറി ഫുള്ള് കരിങ്കലാണ്. ഇതിൻ്റെ മേലെ കൂടി മലൻ്റെ മേലേക്ക് കയറിക്കൊണ്ട് ഒന്ന് സ്ലിപ്പായാൽ കഴിഞ്ഞിട്ടോ നേരെ താഴത്തുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിച്ച് മാത്രം കയറുക. കാരണം ഒന്ന് പേച്ചാൽ കഴിഞ്ഞു. കിട്ടുമോ? വലുതായി കിട്ടുമോ? പിന്നി പിന്നി ചിന്ന ഇലയോടും നെഞ്ചു വെള്ളും വണ്ണ തുണി പോലെ ഒന്നുകൊണ്ടുതാൻ ഇനഞ്ചീരക്ക് ഉറവ് എല്ലാം അമഞ്ചീരക്ക് അള്ളി അള്ളി തந்து ഉറവാടും അണ്ണമടി இந்த நிலம் போல சிலருக்குத்தான் മനസ്സ് ഇരക്ക് ഉലകം അതിൽ നിലച്ചിരക്ക് നേത്ത് തനിമയില പോച്ച് യാരോ തുണയില്ല. ചെയ്യാൻ പോയിട്ടാ ഇത് കയറുമ്പോൾ നമ്മളെ ഭാഗത്തൊക്കെ കൊഴിഞ്ഞോടും. പിള്ളേരാണ് നല്ലത്. റബ്ബേ,
ഓ മഴ ഇവിടെ ഭയങ്കര നിൽക്കാൻ പറ്റില്ലല്ലോ. ഞാപ്പട്ടേക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ താഴെ കണ്ടു. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് മൂന്നാമത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അത് ആ കാണുന്നത്. എന്നിട്ട് ഇവിടെയൊക്കെ സ്ലിപ്പ് ആവട്ടെ. വെള്ളം ഇങ്ങനെ ഒലിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് എച്ചിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചവിട്ടുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത്. ഹലോ കൊയങ്ങി മക്കളെ, കൊയങ്ങി. ഏകദേശം വലിയൊരു ഹൈറ്റ് കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് സ്ലിപ്പായി പോയാൽ അങ്ങനെ പോകുന്നില്ല കൂടെ അല്ലേ. ആ ഇവിടെ ഇവിടെ ഉള്ള ആളെന്നെ. ഇതിപ്പം മഴ ഇല്ലാത്തതുകൊണ്ടാട്ടോ. മഴയാണെന്നുണ്ടെങ്കിൽ മഴയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒലിക്കുക, നല്ല ഫോഴ്സിൽ അതിൻ്റെ മേലെ നിന്ന് വെള്ളം വരും. മഴക്കാലം ഇല്ലാത്തതുകൊണ്ട് ചെറിയതായിട്ടുള്ള ഏകദേശം മലൻ്റെ മുകളിൽ നിന്ന് വരുന്ന നീരുറവ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സ്ലിപ്പാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് വരുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് ആരെയും വരുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഡേഞ്ചർ ഏരിയ ആണ്. ഇവിടുന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ഒടിയും പിടുത്തം കിട്ടില്ല. അങ്ങനെ പോകും താഴത്തേക്ക്. നേരെ ആ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവിടുന്ന് ഏകദേശം 1, 2 ഇത് മൂന്നാമത്തതാണ്. ഇതൊക്കെ ആ കാണുന്ന സ്ഥലം മലപ്പുറം കേട്ടോ. മലപ്പുറത്തിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. പിന്നെ ഇത് വന്നിട്ട് പെരിന്തൽമണ്ണ ഭാഗമാണ്. ഒരു പാറയും കൂടി വേണം കയറിപ്പോനെ. അവരൊക്കെ കയറി നിൽക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇതിൽ കൂടി സാഹസികമായിട്ട് അവിടെ എത്തണം. അടിപൊളിയാ. ഏകദേശം ഇതിലൊരു പകുതി ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വാവ് കണ്ടോ സ്ലിപ്പാവണ്ടേ. നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്ന സ്ഥലം കേട്ടോ അത്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വാട്ടർഫോൾസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് കയറി പോകുന്നത്. അതൊരു മരം വീണെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മരം അവിടെ നിന്ന് പൊട്ടി വീണതാണ്. മൊത്തത്തിൽ കട പഴുകിയതാട്ടോ. കട പഴുകിയിട്ട് ഇതിമ്മക്കിട്ട് വീണതാണ്. വേറെ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതുണ്ടോ നമ്മൾ ഏറ്റവും മേലെ കേട്ടോ. ഏറ്റവും മേലെ കുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ നല്ല താഴ്ചയിലല്ലേ. ബാക്കി സ്ഥലങ്ങളൊക്കെ ഇതിന് താഴ്വാരം എന്ന് പറയുന്നത് ഭയങ്കര കുണ്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് തന്നെ അറിയില്ല കേട്ടോ. പോയൊക്കെ അവരവിടെ അങ്ങോട്ട് നമ്മൾ നിൽക്കുന്നു കേട്ടോ. നമ്മൾ ആദ്യം കാണിച്ചെന്ന ആ കോറാണ്. ആ കരിങ്കല്ല് കോറ് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ എത്രയോ ഹൈറ്റ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ വെള്ളം കുറവാണല്ലേ, അതാ ഒരു പ്രശ്നം മാത്രം. എന്നാലും കുഴപ്പമില്ല, ഉഷാറ്. നല്ല നല്ല സംഭവങ്ങൾ നമ്മൾ പകർത്തുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നടന്നു നോക്കാം മേപ്പെട്ട്. അവിടെ വീടുകളൊക്കെ ഉണ്ടോ? വീടുകൾ ആ സൈഡിലേക്ക് അല്ലേ. ഇതിപ്പോൾ മലൻ്റെ മേലല്ലേ, ഏറ്റവും മലൻ്റെ മേലല്ലേ. ഇതിൻ്റെ ഓൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏതിൻ്റെ? അതായത് ഇതൊരു ഗുഹയാണ്. ഇതോ? അടിഭാഗം ഗുഹയാണ്. ഇതിൻ്റെ അടിഭാഗം എങ്ങനെയാണ് വെള്ളം വരുന്നത് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉറവ് തേടിയിട്ടുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി
ഇവിടെയൊക്കെ പൈപ്പ് വലിച്ചാണ്ടാ വെള്ളം. ഇതിപ്പോൾ വയനാട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഏകദേശം ഇങ്ങനെ ഉറവ വരുന്ന ഭാഗത്ത് പൈപ്പ് വെച്ച് കൊടുക്കും. അപ്പോൾ അതിൽ നിങ്ങനെ വെള്ളം പോയിട്ട് താഴെ ഒരുപാട് ദൂരത്തേക്ക് ഈ ഒരു പൈപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ അവിടെ നടന്ന് ഏറ്റവും ഹൈ ലെവലിലെത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വെള്ളം ഇതിന് വാട്ടർഫോൾസാണ് നമ്മളിപ്പോൾ കണ്ടത്. വാട്ടർഫോൾസിൻ്റെ ഏറ്റവും അവസാന ഭാഗം, സ്റ്റാർട്ടിങ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവസാന ഭാഗം അവിടെ എത്തി. പക്ഷേ ഈ അവിടേക്ക് എങ്ങനെയാണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. ഈ വെള്ളം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ഉറവ തേടിയിട്ടാണ് നമ്മൾ യാത്ര. പിന്നെ അത് മാത്രമല്ല, അതിൽ വേറൊരു സംഗതി കൂടി പറയാണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനൊരു കഥ ഉണ്ട് ഇവിടെ. ആ കഥ എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ആയെന്ന് പറയും. അപ്പോൾ നമുക്ക് നേരെ ഭദ്രമമ്പൈൻ്റെ കൂടെ ഇവിടെ നാട്ടുകാരനാണ്. അപ്പോൾ മൂപ്പരാണ് ഈ ഒരു വഴി കാണിച്ചത്. അങ്ങനെ കയറിയിട്ട് വാട്ടർഫോൾസ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടുന്ന് കുറച്ചും കൂടി നടന്ന് ഇവിടെ വന്നപ്പോഴുള്ള കാഴ്ചയാണിത്. ഇതുണ്ട്, ഈ ഒരു വെള്ളക്കെട്ടാണ്, ഈ മലൻ്റെ മേലൊരു വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ നിന്നാണ് ഈ വെള്ളം ഇത് നിൽക്കൂലല്ലോ അല്ലേ, എല്ലാ പ്രാവശ്യവും ഇതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ മഴക്കാലമാകുമ്പോൾ ഒന്ന് സ്ട്രോങ് ആയിക്കാരം, ഭയങ്കര സ്ട്രോങ് ആയിക്കാരം. കാരണം ഈ ഒരു വെള്ളക്കെട്ട് ഇവിടെ കിടന്ന് ഇതിക്ക് പല ഏരിയയിൽ നിന്നും ഉറുണ്ടാവില്ല. ഈ ഒരു കായൽ പോലെയാണ് നിൽക്കുന്നത്, നല്ല വലുപ്പമുണ്ട്. ഇതിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വെള്ളം ഇതിന് സ്റ്റോപ്പില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അടിയിൽ നിന്ന് എന്തെങ്കിലും ഉറവുണ്ടാവില്ലേ, അടിയിൽ നിന്ന് വെള്ളം ആ ഒരു വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം പറ്റിപ്പോവില്ലേ. ഇതാണ്ട് ആ നീരുറവ് അങ്ങനെ വന്നിട്ട് ഇവിടെ ഈ വെള്ളക്കെട്ടിന്ന് ഇതിനുള്ളിൽ കൂടി കാണുന്നുണ്ടെന്നല്ല, ഈ വെള്ളക്കെട്ടിന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ അവിടെ പോകുന്നത്. ഈ പൈപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്. കാരണം ഇവിടെ വെള്ളം വെച്ച് കൊടുത്താൽ ഈ കായലിൽ നിന്ന് വെള്ളം ഇങ്ങനെ മലൻ്റെ ഏറ്റവും ടോപ്പിൽ ഇനി കുറച്ചും കൂടി നടക്കാണ്ടെന്നാണ് നമുക്ക് പറയണം. നമ്മിങ്ങനെ പോയി നോക്കാം. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവിടെ എന്തൊക്കെയാ സംരംഭം കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ കാഴ്ച എന്ന് പറഞ്ഞാൽ ശരിക്കും മലൻ്റെ മുകളിലാണോ അതോ നമ്മൾ ശരിക്കും നമ്മളെ വീടിൻ്റെ പുറത്തൊരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണോ എന്നുള്ളൊരു പ്രതീതിയാണ്. കാരണം വെച്ചാൽ മലൻ്റെ മുകളിലാണെന്നുള്ള ഒരു ഇതുമില്ല. കാരണം അവിടെ ഫുള്ള് തെങ്ങുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫാക്ടറി ഉണ്ട്, ടയർ ഫാക്ടറി ഉണ്ട് ഇതിൻ്റെ മേലെ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾതാമസമുള്ളതാണോ എന്താ സംഭവം എന്നറിയില്ല. ഒരു 1.5 കാഴ്ച കേട്ടോ, അത് കണ്ടോളൂ. ഏറ്റവും ടോപ്പിലാണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച അവിടുന്ന് മേലെ കാഴ്ച അല്ലേ. വന്ന വഴിക്കൂടി തന്നെ ഇറങ്ങി പോവാട്ടോ. അങ്ങോട്ട് കയറിയിട്ടില്ല അന്ന് ഞങ്ങൾ അവിടെ വരെ കയറിയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് കയറിയില്ല, നമ്മളിപ്പോൾ കയറി താഴത്ത് അവിടെ കയറി, ഇങ്ങോട്ട് കയറിയിട്ടില്ല. അങ്ങനെ തിരിച്ചിറങ്ങാതാ വന്ന വഴിയിലൂടെ തന്നെ പോകണം. അപ്പോൾ നമ്മൾ എങ്ങനെ റിസ്ക് എടുത്തിട്ടാണോ കയറിയത് അതുപോലെ വീണ്ടും റിസ്ക് എടുത്ത് തന്നെ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പിടിച്ച് കയറുന്ന വഴിയിലല്ലോ ഈ ഇറങ്ങി പോകുമ്പോൾ. സഡൻ ബ്രേക്ക്, നല്ല ബ്രേക്ക് വേണം. ബ്രേക്ക് ഇല്ലാത്തവർക്ക് ഒരിക്കലും ഇതിലൂടെ പോകാൻ കഴിയില്ല. എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതാ മരത്തുമ്പോൾ എല്ലാവരും എഴുതിയത്. അപ്പോൾ നമ്മളൊന്ന് എഴുതി നോക്കിയുണ്ട്. ഏതായാലും കാട്ടിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അതൊന്ന് കണ്ടോട്ടെ. ഇന്ത്യക്കാർക്ക് എവിടക്കടാ കാട്ട് കാണാൻ പോണേ? ഇതും കൂടെ കാണിച്ചു കൊടുത്താൽ അതിലേറെ ഇതൊരു സുഖം വേറെ തന്നെ കേട്ടോ. മല ഇറങ്ങുന്ന ഒരു സുഖം വേറെ തന്നെയാണ് അല്ലേ. അടിപൊളിയല്ലേ. നമുക്കിങ്ങനെ പുറത്തുള്ള കാഴ്ച എന്ന് പറയണത് ഇതാ. ഈ കാഴ്ച ഇങ്ങനെ കാണുക, എന്നിട്ട് ഇത് ഇങ്ങനെ ഇറങ്ങി നമുക്ക് സമയം പോകുന്ന അറിയില്ല. എന്താ പാലൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ ഇറങ്ങി പോവാ. എന്താ മതിലൊക്കെ പിടിച്ചിട്ട് അല്ല ഇനി ഞാൻ ഇറങ്ങണല്ലോ അല്ലേ പഠിച്ചോനെ. ഇവിടെ പോയാൽ കഴിഞ്ഞ് ഇവിടെ നാലാത്തും കൂടെയാണ് കൊക്കയാണ് ഇവിടെ ഈ ഭാഗം. ഇവിടെ രണ്ടാൾക്കാർ വന്നത്. നമ്മൾ കൂടുതലല്ലാത്ത 2 ആൾക്കാർ ഇവിടെ ഉണ്ട്.
അല്ല ഒരു തിരിച്ചെയ്ത് ആ പോയിക്കൊള്ളാം ഞാൻ പോയിക്കൊള്ളാം ഇല്ല പോവോ അതെ ബാഗ് കിട്ടാം കണ്ട ചെറിയ കിളികൾ വെള്ളം കുടിക്കാനായിട്ട് വന്നാട്ടാ. അതി കൂടി ഇങ്ങനെ 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 ഇവിടെ നല്ല ശ്രദ്ധിക്കണം. ഇവിടെ നല്ല ഇതുണ്ട് കേട്ടോ, എച്ചിൽ കെട്ടി കിടക്കുന്നുണ്ടേ. എച്ചിൽ നല്ല ഉണ്ടേ, അല്ലെങ്കിൽ അവിടെ ഇരിക്കൂലേ. നമ്മളെല്ലാം ഐഡിയപരമായിട്ടല്ലേ നീങ്ങുള്ളൂ. ശരി, ഇപ്പം നോക്കി ഇറങ്ങിട്ടോ. ബ്രഹ്മാവിനോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല, സ്വന്തം നാട്ടുകാരനായതുകൊണ്ട്. ഹലോ പഠിച്ചോനെ കുണ്ടുക്കത പോണേ. അങ്ങനെ ഏകദേശം അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി ഉള്ളേ. ഹലോ സുഹൃത്തുക്കൾ, അപ്പോൾ ഞാൻ മോൾ ഭാഗത്തുനിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സംഭവം, ഒരു കഥ, ഒരു ചരിത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ചരിത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ടിപ്പു സുൽത്താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ഒളിവ് താവളമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണിത്. ഇതൊരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല. കാരണം പാലൂർ കോട്ട അല്ലെ, പാലൂർ കോട്ട എന്നാണ് ഇവിടെ ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല, ഇതാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു ഗുഹ ഇപ്പോൾ അടച്ചിട്ടുള്ളത്. കാരണം ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല, ആരും കയറിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം എവിടെ ഉണ്ടെന്ന് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ചരിത്രം ഇവിടെ ഉറങ്ങിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ്. ഇതിനുള്ളിലേക്ക് കയറാനൊക്കെ പേടിയൊക്കെ ഉണ്ട്, കാരണം എന്തൊക്കെ മണക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞണ്ട് കാലിലോട്ട്, ജീവനുള്ള ഞണ്ട് കാലിലോട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയൊരു പാറന്നുണ്ട് അവിടെ തങ്ങി കിടക്കുന്നുണ്ട്. അത് വീണ കഴിഞ്ഞ് കത്തിക്കല്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഗുഹ പോകുന്ന സ്ഥലത്ത് നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ പ്രത്യേക സൗണ്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ചവിട്ടി നോക്കിയിട്ടുണ്ട്, പക്ഷെ സംഭവിച്ചിട്ടില്ല, സൗണ്ടൊന്നും കേട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ റൂട്ട് എങ്ങനെ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഈ ഗുഹ എങ്ങനെ പോയിട്ട് എത്രത്തോളം ഉള്ളോട്ട് പോയിട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ഇവിടെ നാട്ടുകാർ പറയുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബട്ടൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ബൈ.